മലയാള സിനിമയുടെ ഏറ്റവും നല്ല വർഷങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പറയുന്നത്. പക്ഷെ അങ്ങനെ ഉള്ളപ്പോൾ തന്നെ ഇന്നലെ ഇറങ്ങിയ നിയമസഭ വോട്ടിന് ശേഷം എൻറ്റയർലി മാറിയിരിക്കുകയാണ്. എല്ലാവരും സംശയത്തിന് ആരുടെയൊക്കെ പേരൊന്നും അറിയില്ല, എല്ലാവരും സംശയത്തിന് മുൻനിരയിലാണ് ചെയ്യുന്നത്. എല്ലാവരും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയുള്ള വിഷയം നടന്നുകൊണ്ടിരിക്കുന്നത് മറ്റുള്ള ലാംഗ്വേജസ് പോലും പറയുന്നത് മലയാള സിനിമ അവർ റെഫർ ചെയ്യുന്നുണ്ട്, അവർ നോക്കുകയാണെന്നുണ്ട്. ഇങ്ങനൊരു റിപ്പോർട്ട് വരുമ്പോൾ അത് എൻറ്റയർലി മാറും, അല്ലെങ്കിൽ മലയാള സിനിമയ്ക്ക് ഒരു ചീത്തപ്പേരായി മാറുന്നുണ്ടോ? ഒരിക്കലും തന്നെ തിരിച്ചാണ്. കാരണം ഇങ്ങനെ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ തന്നെ കേരളത്തിൽ നിന്നാണ് പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ട് ഒരു മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും ഇത്തരം വിഷയങ്ങൾ നടക്കുന്നില്ല എന്ന് അർത്ഥമില്ല. അതുകൊണ്ട് ഈ മാറ്റിവെക്കപ്പെട്ട ആ 70 പേജുകളുടെ വേട്ടക്കാരുണ്ടല്ലോ, അതിൻ്റെ തുടർച്ചകൾ പല സംസ്ഥാനങ്ങളിലും ഉണ്ട്. അവിടേക്കൊക്കെയുള്ള ആളുകൾക്കൊക്കെ ഒരു ഭയമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇതൊരു വാണിംഗാണ്. കേരളം കൊടുക്കുന്ന ഇന്ത്യൻ സിനിമാ ലോകത്തിന് തന്നെ കേരളം കൊടുക്കുന്ന ഒരു വാണിംഗാണ്. സ്ത്രീ സുരക്ഷ, അതിൻ്റെ പ്രാധാന്യം എന്ത്, അതിനെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്, വരുന്ന ആളുകളോട് എങ്ങനെയാണ് പെരുമാറേണ്ടതൊക്കെ സിനിമയ്ക്ക് ഒരു പുതിയ ഭാഷ, പുതിയൊരു ലെസൺ, ഒരു പാഠം കേരളം സംഭാവന ചെയ്യുകയാണ്. അപ്പം അതുകൊണ്ട് മലയാള സിനിമയെ മാറി വന്ന മലയാള സിനിമ എത്രത്തോളം റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ ആ റെസ്പെക്ട് ഡബിളായി കൂടുകയാണ്. അങ്ങനെയുള്ള വിലയിരുത്തലുകളാണ് ഇനി വരും ദിവസങ്ങളിൽ വരാൻ പോകുന്നത്. ഇവിടെ ശ്രദ്ധിച്ചോളൂ, ഓരോ സിനിമാ മേഖലകളിലും കൃത്യമായിട്ട് മലയാളത്തെ ബഹുമാനിക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത്. അത് അങ്ങനെ വരും, അങ്ങനെ സംഭവിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ സർക്കാർ എടുക്കുന്ന നിലപാടുകളെയും ഒക്കെ തന്നെ വളരെയധികം ആളുകൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. തീർച്ചയായും റിപ്പോർട്ടിനെ പിന്തുണയ്ക്കുന്നതുകൊണ്ടാണല്ലോ ഞാനിങ്ങനെ പറയുന്നത്. സാറിപ്പോൾ 2017 ഇത് കൊടുത്തത്. ഇത്രയും വർഷം എടുത്തു. എന്നിട്ട് പോലും ആളുകളുടെ പേരുകൾ പറയുന്നത് ഇന്നതറുണ്ട്, ഇന്നവരാണ് എന്നൊക്കെയാണ് ഒരു സംശയത്തിനുമില്ല. അങ്ങനെ പറയുമ്പോൾ പലരും നിരപരാധികളാണ്, ഇപ്പോൾ അവരുടെ സംശയത്തിന് മുന്നിലാണ് നിൽക്കുന്നത്. ഇങ്ങനെ ഒരു ഊഹാപോഹങ്ങളല്ലാതെ കൃത്യമായ പേരുകൾ പറയുകയാണെങ്കിൽ തന്നെ പകുതി കാര്യങ്ങൾ ക്ലാരിറ്റി വെക്കില്ല. അതുകൊണ്ട് പറഞ്ഞ ആഗ്രഹമുണ്ടോ? തീർച്ചയായിട്ടും ഇരകളുടെ സ്വകാര്യത മാനിക്കുന്നു നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാം. അതിനെ നമ്മളെല്ലാവരും ഉൾക്കൊള്ളും. അതോടൊപ്പം ആ പേജുകളുടെ വരികൾക്കിടയിലുള്ള വേട്ടക്കാരുണ്ട്, അവർക്കെതിരെ നിയമം കൃത്യമായ നടപടി എടുത്തേ പറ്റൂ. അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഒരുപാട് നിരപരാധികളായ മനുഷ്യർ, സിനിമയിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന മനുഷ്യർ, സിനിമയെ സ്നേഹിക്കുന്ന മനുഷ്യരൊക്കെ ഇങ്ങനെ വരച്ചുകൊണ്ടുപോകേണ്ട അവസ്ഥയിലേക്ക് പോകും. അത് ഇത്തരം ആളുകൾ ആരാണ്? അത് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. നമുക്കൊക്കെ അറിയാം. ആ ആളുകളുടെ നടപടികൾ എടുക്കണം എങ്ങനെയാണ്. വൈകാനുള്ള കാരണം എനിക്കറിയില്ല. പക്ഷേ കുറെ നാളുകളായിട്ട് ഇത് പുറത്ത് വേണമെന്നുണ്ടായിരുന്നു, പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതിന്റെ 4 വർഷത്തോളമായില്ലേ? അതെ, വൈകുന്ന റിപ്പോർട്ടല്ലാതെ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ മനസ്സിലായി. അത് എന്തുകൊണ്ടാണ് അത്രത്തോളം വൈകിപ്പിച്ചത് എന്നുള്ളത് വൈകിപ്പിച്ച ആളുകളാണ് മറുപടി പറയുന്നത്. പൊതുസമൂഹത്തോട് പറയുന്നത് എന്തിനാണ് ആരെയാണ് കഴിക്കുന്നത്, ഇത്രയും നല്ല റിപ്പോർട്ട് എന്തിനാണ് ഇത് ഭയക്കുന്നത്? അത് ആ ഇടവേള തന്നെ പുതുതായിട്ട് കിടന്നു വന്ന പെൺകുട്ടികളൊക്കെ സംബന്ധിച്ചോളം ഭയപ്പെടുത്തുന്നതാണ്. ഇനിയെങ്കിലും അത് മാറില്ല. സാറിന്റെ ഇത്ര നാളത്തെ എക്സ്പീരിയൻസ് അനുസരിച്ച് ഇത്തരത്തിലുള്ള ഒരു മലയാള സിനിമയിൽ നടക്കുന്നതായിട്ട് തോന്നുന്നത് നമുക്കറിയാലോ. നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുന്ന നമ്മൾ ജീവിക്കുന്ന സാമൂഹിക ചുറ്റുപാടുകൾ എന്ന് പറഞ്ഞാൽ വളരെ ലൈംഗിക ദാരിദ്ര്യം പിടിച്ച ഒരു സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത്. വളരെ ലൈംഗിക ദാരിദ്ര്യം, സെക്സിന്റെ പട്ടിണിയുള്ള സ്ഥലത്ത് അവിടെ ഇതൊക്കെ ഉണ്ടാവില്ല എന്ന് ധരിക്കുന്നവരാണ് കിട്ടിയത്. ഉണ്ടാവാൻ നല്ല സാധ്യതയുള്ള ഒരു സ്ഥലം കൂടിയാണ് സിനിമ. കാരണം ആ സിനിമയിലേക്ക് വരും നമ്മളൊക്കെ സിനിമയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പല കഥകളും ആ കഥകളിലെയൊക്കെ യാഥാർത്ഥ്യമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പുറത്തു വന്നത്. ഇത് തിലകൻ ചേട്ടന് ഞാൻ തോന്നുന്നു ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തിലകൻ ചേട്ടന്റെ ആത്മാവായിട്ടാണ് ഞാൻ കാണുന്നത്. ആ മനുഷ്യൻ ഇതൊക്കെ എന്നോ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു പവർ കമ്മിറ്റിയെ കുറിച്ചൊക്കെ പരാമർശിച്ചിട്ടുണ്ട്. ആ പവർ കമ്മിറ്റിയെ കുറിച്ചൊക്കെ ആ പേരല്ലെങ്കിലും ഇന്ന ആളുകൾക്ക് കൃത്യമായി ഇത്ര എണ്ണം വരാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഹേമ കമ്മിറ്റി തിലകൻ ചേട്ടന് എന്താണ് ജീവൻ കിട്ടിയ പോലെയാണ്. അതുകൊണ്ട് അതിലേക്കൊക്കെ വരട്ടെ. ഈ സർക്കാരാണ് നിലപാടുകളിലൂടെയാണ് കാര്യങ്ങൾ ഉയർത്തിട്ട് വരിക. ഹേമ കമ്മിറ്റി വന്ന സമയത്ത് അമ്മയുടെ പ്രതികരണം പഠിച്ചിട്ട് പറയാമെന്നുള്ള രീതിയിലായിരുന്നു. ഇതിനോട് എന്താണ് പ്രതികരിക്കാനുള്ളത്? വഷളത്തരം, അശ്ലീലത്തരം. പഠിച്ച പരീക്ഷ എഴുതാൻ ആരും ക്ഷണിച്ചിട്ടില്ല. പഠിച്ച പരീക്ഷ എഴുതി മാർക്ക് കൊടുക്കുന്ന ഏർപ്പാടല്ല. ഇതൊക്കെ പഠിക്കാൻ 4 വർഷം കഴിഞ്ഞ് പൂർത്തിവെച്ച റിപ്പോർട്ടിൽ
കൃത്യമായിട്ട് ഏതൊരു മനുഷ്യനും സിമ്പിളായിട്ട് മനസ്സിലാവുന്ന കാര്യമാണ്. ഇനിയെങ്കിലും ഈ സംഘടനകളുടെ നേതൃത്വത്തിൽ ഇരിക്കുന്നവർ സംഘടനകളിലെ എല്ലാവരും ഇടപെടും. ഇത്തരം വിഷയങ്ങൾക്ക് അഡ്രസ്സ് ചെയ്യാൻ പഠിക്കണം, നേരെ നിന്ന് അഡ്രസ്സ് ചെയ്യാൻ പഠിക്കണം. ഇനി ഇങ്ങനെ മാറി മാറി പോകാതെ അപ്പോഴേ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ തന്നെയാണ് എല്ലാവരും നമ്മളൊക്കെ സഹായിക്കുന്ന ആളുകളറിയാം. പക്ഷെ ഇത്തരം സംഘടന എന്ന നിലയ്ക്ക് ഇത്തരം വിഷയങ്ങൾക്ക് അഡ്രസ്സ് ചെയ്ത് പഠിക്കണം. കാണിച്ചിട്ടുണ്ട് മലയാള സിനിമ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമകളിൽ വളരെ കുറവാണെന്നുള്ള ഇതിലാണ് കാണിച്ചിട്ടുണ്ട്. അതിൽ വിശ്വസിക്കുന്നുണ്ടോ? സ്ത്രീകൾക്ക് പ്രാധാന്യം കുറവാണ്, അല്ലെങ്കിൽ ലീഡ് റോളുകൾ കിട്ടുന്നില്ല, അംഗീകാരങ്ങൾ കിട്ടുന്നില്ല എന്ന് വിശ്വസിക്കുന്നുണ്ടോ? അതിന് കാരണക്കാരൻ നമ്മളും കൂടിയല്ല. വർഷങ്ങൾക്ക് മുമ്പ് ആദാമിന്റെ ഭാര്യയിൽ എന്നുള്ള സിനിമ ഇറങ്ങിയ സ്ഥലമാണ്. അതൊരു സിനിമ വേൾഡും ഇന്ത്യൻ ലോക സിനിമ ചരിത്രത്തിന് അപൂർവമായൊരു സിനിമയാണ്. ആ സിനിമയുടെ ക്ലൈമാക്സ് ഓർമ്മയുണ്ട്. ഞാൻ ഒന്നുകൂടെ പറയാം, അത് കാണാത്തവരും കേൾക്കാത്തവരും ഉണ്ടെന്ന് വിശ്വസിച്ചിട്ട് പറയാം. ഒരു പറ്റം സ്ത്രീകൾ റെസ്ക്യൂ ഹോമിൽ നിന്ന് പുറത്തേക്ക് ചാടുകയും സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന KG ജോർജിനെയും ക്യാമറയെയും സംഘത്തെയും തട്ടിമാറ്റി ഓടുകയും ചെയ്യുന്ന ഒരു ക്ലൈമാക്സ്. അങ്ങനത്തെ ഒരു ക്ലൈമാക്സ് ലോക സിനിമ ചരിത്രത്തിൽ ഉണ്ടായിട്ട് അത്തരം സിനിമ ഉണ്ടാക്കിയ വിപ്ലവകരമായ സിനിമ ഉണ്ടാക്കിയ നാടാണ് മണ്ണാണ് കേരളം. അവിടെ ഇരുന്നിട്ടാണ് നിങ്ങൾക്ക് ഈ ചോദ്യം വർഷങ്ങൾക്ക് ശേഷം ചോദിക്കേണ്ടി വരുന്നു എന്ന് പറയുന്നതാണ് നമ്മൾ മുന്നോട്ടാണോ പിന്നോട്ടാണോ തോന്നുന്നത്. തീർച്ചയായിട്ടും ഈ ആണുങ്ങളുടെ ഫൈറ്റാണ് എപ്പോഴും കണ്ടത്. എന്തുകൊണ്ട് സ്ത്രീക്കൊക്കെ കമേഴ്സ്യൽ സിനിമ ചിലപ്പോൾ കണ്ണടക്കാൻ ആവശ്യപ്പെടുകയാണ്. എന്തുകൊണ്ട് സ്ത്രീക്ക് കുറച്ച് ഗുണ്ടകളൊക്കെ അടിച്ച പൊട്ടിക്കൂടെ, കുറച്ച് ഫൈറ്റൊക്കെ ആളുകൾ കാണിക്കുന്നുണ്ട്, കാണും. സ്ത്രീകളൊക്കെ ഫൈറ്റൊക്കെ ചെയ്യണം, സ്ത്രീകളൊക്കെ അങ്ങനെയൊക്കെ മാറും. കമേഴ്സ്യൽ സിനിമ അങ്ങനെയും ചെയ്യാം. സ്ത്രീകളെ ഫൈറ്റ് വേറെ എന്താ, നമ്മൾ അച്ഛന്മാരെ അടി മാത്രമേ കണ്ടുള്ളൂ. നമ്മളങ്ങനെ ജീവിക്കും. നമ്മൾ അമ്മമാരെ അടിപൊളി ശരിക്കും കണ്ടിട്ടില്ല. കാലം മാറും, തരും. നമ്മളെ പെങ്ങന്മാരും അമ്മമാരൊക്കെ ഇറങ്ങി അടിക്കുന്ന ഒരു കാലത്തേക്ക് ഒരു ജീവിത സാഹചര്യത്തിൽ വരുമ്പോൾ ആ സിനിമയ്ക്കുള്ള പ്രസക്തി എന്ന് മനസ്സിലാക്കും. പിണറായി സർക്കാരിന്റെ പ്രതിപക്ഷത്തിലെ അടിച്ചോടുന്ന നിയമസഭയുടെ റിപ്പോർട്ട് വൈകിപ്പിക്കാൻ കാരണമായി. പക്ഷെ പിണറായി സർക്കാരിന്റെ ഒരു ആർജവല്ലേ ഇപ്പോ പുറത്തിറങ്ങാനുള്ള കാരണം? പിണറായി സർക്കാരിനെ ആർജവം അല്ലോന്നൊക്കെ നമുക്ക് പിന്നെ പറയാം. കാരണം 4 വർഷം പൂർത്തീകരിക്കപ്പെട്ടുള്ളതാണ് ഈ ആർജവത്തിന്റെ ഒരു ആഴം എത്രത്തോളം ഉണ്ട് എന്നുള്ള സംശയത്തെ വ്യക്തപ്പെടുത്തുന്നത്. ഇനി ആർജവമുണ്ടോ എന്ന് തെളിയിക്കേണ്ടത് അവർ തന്നെയാണ്. കാരണം യഥാർത്ഥ ഇടതുപക്ഷമായിട്ട് മാറേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ഇതിനോടനുബന്ധിച്ചുള്ള നടപടികൾക്കനുസരിച്ച് സിനിമയിലേക്ക് പോകും. ഞാൻ വിഷയം